ചില ദിവസങ്ങളിലായിട്ട് ആകാശത്ത് ചില ഒബ്സർവേഷൻ നടത്തിയതായിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയോ എടുത്ത് ചില ഫോട്ടോകളൊക്കെ എനിക്ക് മിസ്റ്റർ ഹരി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വാച്ച് ചെയ്തു. എന്തായാലും കൊള്ളാം. വളരെ ഗൗരവത്തോട് തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കാര്യം നമ്മളിങ്ങനെ ഒരു താല്പര്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കാണിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ സന്നദ്ധനാകുന്നത്. നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും ഇങ്ങനെയുള്ള ഈ നിരീക്ഷണങ്ങളിൽ കൂടി. അപ്പം നിർഭാഗ്യവശാൽ ഇന്ന് എനിക്ക് കുറച്ച് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്ന ആള്, അത് എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞിരുന്ന ആള് എത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രസന്റേഷന്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ഫോൾഡറിലാക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷെ അത് എങ്ങനെയാണ് അത് ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നുള്ള അറിയാൻ വയ്യാത്തത് കൊണ്ട് അതെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. എങ്കിലും നമുക്ക് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ഇനി ധാരാളം ക്ലാസ്സുകൾ നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ അതിനിടയിൽ കൂടെ എല്ലാ കാര്യങ്ങളും കാണിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് സംഭാഷണത്തിൽ കൂടി തന്നെ കാര്യങ്ങൾ നമുക്ക് നീക്കാം. അപ്പൊ ഇന്നലെ മിനിങ്ങാന്നും അതിന്റെ തലേ ദിവസവുമായിട്ട് നിങ്ങൾ ആകാശത്തെ നിരീക്ഷിച്ചിരുന്നു. ആദ്യത്തെ ദിവസം നിങ്ങൾ നിരീക്ഷിച്ച സമയത്ത് ആകാശത്ത് നമ്മളുടെ ഏതാണ്ട് ഉച്ചയ്ക്ക് മുകളിലായിട്ട്, അതായത് നേർ മുകളിലായിട്ട് വ്യാഴത്തിനെ നമ്മൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു അന്ന്. അപ്പൊ ഈ വ്യാഴത്തിൽ നിന്നും ഏതാണ്ട് ഒരു 10-20 ഡിഗ്രി പടിഞ്ഞാറായിട്ടായിരുന്നു അന്ന് ചന്ദ്രൻ സ്ഥിതി ചെയ്തിരുന്നത്. ഒരു രാത്രി 9:14, 9:15 ആയ സമയത്താണ് നിങ്ങൾ എല്ലാവരും അത് ഒബ്സർവ് ചെയ്തതും അതിന്റെ ഫോട്ടോ എടുത്തതും. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ദിവസം അതേ സമയത്ത് വീണ്ടും ചന്ദ്രനെ നിരീക്ഷിക്കാൻ പറഞ്ഞിരുന്നു. പലരും അന്നും നിരീക്ഷിച്ചു, അതിന്റെ ഫോട്ടോ എടുത്ത് അയക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ദിവസം കണ്ട സ്ഥലത്ത് നിന്നും കുറേ ദൂരം കിഴക്കോട്ട് മാറിയാണ് അന്ന് ചന്ദ്രൻ നിന്നിരുന്നത്. അതായത് വ്യാഴത്തിന്റെ ഏതാണ്ട് അടുത്ത് വരെ എത്തിയിരുന്നു. അടുത്ത ദിവസം നമ്മൾ നോക്കിയപ്പോൾ വ്യാഴത്തിനെ മറികടന്ന് കുറെ കൂടെ കിഴക്കോട്ട് മാറി ചന്ദ്രൻ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഈ 3 ദിവസം നമ്മൾ നോക്കിയപ്പോഴും ചന്ദ്രന്റെ വലിപ്പം ഇച്ചിരിച്ച് കൂടി വരുന്നതായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇനിയും ഇത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ചന്ദ്രൻ കുറെ കൂടെ കിഴക്ക് നിൽക്കുന്നതായിട്ട് കാണാം. വ്യാഴത്തിൽ നിന്ന് കുറെ കൂടെ കിഴക്കോട്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വലിപ്പം കുറച്ച് കൂടിയിട്ടുണ്ടാകും. ഒരു 3-4 ദിവസം കൂടി കഴിയുമ്പോൾ പൗർണമിയുടെ ദിവസം വരും. അന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രൻ കിഴക്ക് ഉദിക്കും. വ്യാഴം ഏതാണ്ട് നമ്മുടെ 9 മണിക്ക് തലയ്ക്ക് മുകളിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പം പൂർണ്ണചന്ദ്രനെ നിങ്ങൾക്ക് കിഴക്ക് കാണാൻ സാധിക്കും. അന്ന് വെളുത്തതാകുമെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോ ദിവസവും ചന്ദ്രൻ കുറേശ്ശെ കിഴക്കോട്ട് നീങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അത് കാണുകയും ചെയ്തു. മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് ഇത് കിഴക്കോട്ട് നീങ്ങി എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ കിഴക്കോട്ട് നീങ്ങുമ്പോൾ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ കൊണ്ട് ചന്ദ്രൻ എത്രമാത്രം ആകാശത്തിൽ കൂടി കിഴക്കോട്ട് നീങ്ങിയോ അത്രയും ഡിഗ്രി പാകത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഒരു നക്ഷത്രം. നമ്മൾ പറയാറുണ്ട് 27 നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം എന്ന് പറഞ്ഞ് ഉത്രട്ടാതി, രേവതി, അശ്വതി വരെ 27 നക്ഷത്രങ്ങൾ. അപ്പൊ ഈ 27 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചന്ദ്രൻ ആകാശത്തിലെ മറ്റ് ധാരാളം നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് എത്ര ദൂരം കിഴക്കോട്ട് നീങ്ങുമോ, നമ്മൾ ആകാശത്തെ കണക്കുകളെല്ലാം ഡിഗ്രിയിലാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ദിവസം ചന്ദ്രൻ കിഴക്കോട്ട് നീങ്ങുന്നത് 13.33 ഡിഗ്രി ആണെന്ന് നമ്മൾ റഫായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശരാശരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് വ്യത്യാസങ്ങളുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതിന്റെ ശരാശരി എന്ന് പറയുന്നത് 13.33 ആണ്. അപ്പോൾ നമ്മൾ പറയും ഒരു ദിവസം ചന്ദ്രൻ ആകാശത്ത് കൂടി 13.33 ഡിഗ്രി വീതം കിഴക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കിഴക്കോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പം വ്യാഴത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചന്ദ്രന്റെ യാത്ര നമ്മൾ നിരീക്ഷിച്ചു. ഇനിയും നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ
27 ദിവസം കഴിയുമ്പോൾ ഈ വ്യാഴഗ്രഹത്തിന് വലിയ മാറ്റം പടിഞ്ഞാട്ടുണ്ടാകത്തില്ല. കാര്യം വ്യാഴഗ്രഹം 12 വർഷം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ആകാശത്തെ. അപ്പൊ അതുകൊണ്ട് വ്യാഴഗ്രഹത്തിന് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചന്ദ്രൻ 27 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ വ്യാഴഗ്രഹത്തിന്റെ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ദിവസം ചന്ദ്രൻ എത്രയാണോ കിഴക്കോട്ട് മാറുന്നത്, ആ ദൂരത്തിനെ ഡിഗ്രിയിൽ അളന്നു കഴിഞ്ഞാൽ ആ ദൂരമാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ 27 നക്ഷത്രങ്ങൾ കടന്നു കഴിഞ്ഞാൽ വീണ്ടും ചന്ദ്രൻ ആദ്യ നക്ഷത്രത്തിന്റെ അടുത്തെത്തും. അതായത് ഇപ്പം അശ്വതി നക്ഷത്രത്തിന്റെ തുടക്കത്തിൽ നിന്നും 27 കിഴക്കോട്ട് സഞ്ചരിച്ചു തുടങ്ങുന്ന ചന്ദ്രൻ 27 ദിവസം കഴിയുമ്പോൾ രേവതി കഴിഞ്ഞ് വീണ്ടും അശ്വതിയുടെ തുടക്കത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു നക്ഷത്രം എന്ന് നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ പറയുമ്പോൾ അത് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന 10,000 നക്ഷത്രങ്ങളിലെ ഒരു നക്ഷത്രം എന്നുള്ള സങ്കല്പമല്ല. മറിച്ച് ചന്ദ്രൻ ഒരു ദിവസം കിഴക്കോട്ട് എത്രമാത്രം നീങ്ങുന്നുവോ അത്രയും ഡിഗ്രിയെയാണ് നമ്മൾ ഒരു നാള് അല്ലെങ്കിൽ ഒരു നക്ഷത്രം എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ബോധ്യമാവും. നമ്മൾ ഇത്രയും കാലം സങ്കല്പിച്ചിരുന്ന ചില അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന ചില കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. ശരിയല്ലേ? അതായത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ നക്ഷത്രം എന്ന് വിചാരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ആകാശത്ത് കാണുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്നെന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ നാളെന്ന് പറയുമ്പോൾ ഒരു ദിവസം ചന്ദ്രൻ കിഴക്കോട്ട് നീങ്ങുന്ന ദൂരമാണ് എന്ന് നമുക്ക് ബോധ്യമാവും. അപ്പോൾ ഞാൻ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു അരമിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനകത്തൊരു എൻ്റെ മൊബൈലിൽ ഒരു ചിത്രം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സ്ക്രീനിൽ? കാണുന്നുണ്ട്. ഇല്ലേ, കാണുന്നില്ലേ? ഉണ്ട്, കാണുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ആ സ്ക്രീൻ ഒന്ന് വലുതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതായത് എനിക്കിത് ഒന്ന് വാട്സാപ്പിൽ ഇട്ട് തരികയാണെങ്കിൽ ഞാൻ ഇവർക്ക് ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തേക്കാം ഈ ചിത്രം. ആണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നാളെ എനിക്കിപ്പോ ഒന്ന് ഇട്ട് തരാമോ? ഞാൻ പ്രസന്റ് ചെയ്യാം. ഞാൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ. എനിക്കിപ്പോ ഇട്ട് തരാം. അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്.
പ്രസന്റേഷൻ പറ്റുന്നുണ്ടോ? അതെ ഇപ്പൊ വരും. ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ. ഡൗൺലോഡ് ചെയ്തിരുന്നു. കാര്യം നമ്മളിത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ജ്യോതിശാസ്ത്രം പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം സ്റ്റുഡൻസ് എല്ലാം ഒന്ന് ക്ഷമയോടൊന്ന് ഇരിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടെ. ഓക്കെ. ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കഴ്സർ വരുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അത് പറ്റില്ല. എന്താ പറയുക? അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? കാണാം. അപ്പോഴ് അതിനകത്ത് മഞ്ഞ ലൈൻ, അതായത് ചന്ദ്രക്കല ഇങ്ങനെ നിരത്തി പോയേക്കുന്നതായിട്ട് കാണാമല്ലോ അല്ലേ? ഒരു ലൈനിൽ ഇങ്ങനെ ചന്ദ്രക്കലകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിരിക്കുന്നു. അപ്പോഴ് ആ ചന്ദ്രക്കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ചന്ദ്രൻ നിന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്, ഏറ്റവും താഴെ. ഇന്നലത്തെ കേസ് അല്ല ഇത് ഞാൻ ഒരു ജനറൽ കേസ് പറയാണ്. ഇപ്പൊ ഒരു ദിവസം രാത്രിയിൽ ഒരു 9 മണിക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ ഏറ്റവും താഴെയുള്ള ആ ചന്ദ്രക്കലയെ നമ്മൾ കാണുകയാണ്. ആ ചന്ദ്രക്കല നിൽക്കുന്നതിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ നമ്മൾ വെക്കുക. നമ്മൾ അതേ ചന്ദ്രനെ അടുത്ത ദിവസം രാത്രി 9 മണിക്ക് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കിഴക്കോട്ട് മാറി നിൽക്കുന്നതായിട്ട്, രണ്ടാമത്തെ പോയിന്റ് താഴേന്ന് രണ്ടാമത്തെ പൊസിഷനിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചന്ദ്രൻ കിഴക്കോട്ട് 13.33 ഡിഗ്രി മേളിലോട്ട് കയറി നിൽക്കുന്നു. അടുത്ത ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു 13.33 ഡിഗ്രി കുറച്ചുകൂടെ മുകളിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി 13.33 ഡിഗ്രി വീണ്ടും കിഴക്കോട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചന്ദ്രൻ കടന്നു പോകുന്ന ആ വഴി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് സങ്കല്പിച്ചാൽ ആ സ്ട്രെയിറ്റ് ലൈൻ മറ്റു നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി ഇവിടെ കാണുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ ചന്ദ്രൻ പോകുന്ന വഴി. അപ്പൊ ഈ ചന്ദ്രൻ പോകുന്ന വഴിയെ മറ്റു നക്ഷത്രങ്ങളുടെ സഹായത്താൽ നമ്മൾ ആകാശത്ത് ഗസ് ചെയ്താൽ, കാര്യം അവിടെ ലൈനൊന്നും ഇല്ല, പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു ലൈൻ സങ്കല്പിക്കാൻ കൃത്യമായിട്ട് നക്ഷത്രങ്ങളെ മെഷർ ചെയ്യുന്ന ആളിന് സാധിക്കും. എല്ലാ പ്രാവശ്യവും ചന്ദ്രന്റെ വഴി അത് തന്നെ ആയിരിക്കും. കാര്യം ഈ പോകുന്ന വഴി കൂടെ തന്നെ ആയിരിക്കും 27 ദിവസം കഴിഞ്ഞ് വീണ്ടും പോകുന്നത്. അടുത്ത 27 ദിവസം കഴിയുമ്പോഴും ഈ വഴി കൂടെ തന്നെ ആയിരിക്കും ചന്ദ്രൻ പോകുന്നത്. അപ്പൊ ആ ചന്ദ്രന്റെ ഈ കറക്കത്തെ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർസ്, ഈ നക്ഷത്രങ്ങളെല്ലാം സ്ഥിര ബിന്ദുക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾക്ക് പരസ്പരം മൂവ്മെന്റ് ഇല്ല, റിലേറ്റീവ് മോഷൻ ഇല്ല നക്ഷത്രങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ നക്ഷത്രങ്ങൾക്ക് റിലേറ്റീവ് മോഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി ഏതെങ്കിലും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ്, അതായത് തിളങ്ങുന്ന ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്താൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് വളരെ ദിവസങ്ങൾ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ വ്യാഴത്തിന്റെയും അതേപോലെ ചൊവ്വയുടെയും ഒക്കെ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ചന്ദ്രനാണ് ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നത്. അതുകൊണ്ട് ചന്ദ്രന്റെ മൂവ്മെന്റ് ദിവസവും 13.33 ഡിഗ്രി വെച്ച് ഇങ്ങനെ കിഴക്കോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചന്ദ്രന്റെ ആദ്യത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷൻ വരെയുള്ള ദൂരത്തെ നമ്മൾ ഒരു നാള് അല്ലെങ്കിൽ ഒരു നക്ഷത്രം എന്ന് പറയുന്നു. ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്ത് വേറെ ഉണ്ട്, പക്ഷെ നമ്മൾ ജ്യോതിശാസ്ത്രത്തിലെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ ഒരു ദിവസത്തെ മൂവ്മെന്റ് ആണ് 13.33 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഈ 13.33 ഡിഗ്രിക്ക് നമ്മളൊരു പേരങ്ങ് നൽകും. ആ പേര് നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു 2-3 നക്ഷത്രങ്ങളെ എടുത്ത് അതിനൊരു ഷേപ്പ് സങ്കല്പിച്ചിട്ട് ആ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ 13.33 ഡിഗ്രിക്ക് ഒരു പേര് നൽകുന്നു. ഇപ്പോൾ നമ്മളുടെ സങ്കല്പം അനുസരിച്ച് ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അപ്പോൾ ആദ്യത്തെ ആ മൂവ്മെന്റ് ഉള്ള ഭാഗത്ത് 2-3 നക്ഷത്രങ്ങൾ ചേർന്ന്
നിൽക്കുന്നത് കൊണ്ട് ആ നക്ഷത്രങ്ങൾക്ക് ഒരു കുതിരയുടെ മുഖത്തിന്റെ ഷേപ്പ് സങ്കല്പിച്ചിട്ട് അതിനെ അശ്വതി എന്ന് പേരിട്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് അശ്വതി നക്ഷത്രത്തിന്റെ തുടക്കം മുതൽ ആ 13.33 ഡിഗ്രി വരെയുള്ള ഭാഗത്തിന് നമ്മൾ അശ്വതി എന്ന പേരിട്ടു. അപ്പോൾ ചന്ദ്രൻ അശ്വതി കടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശത്ത് 13.33 ഡിഗ്രി കിഴക്കോട്ട് മാറി. അത് എന്നും ആ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് പേരിട്ട് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസം അത് വീണ്ടും 13.33 ഡിഗ്രി സഞ്ചരിക്കും. അപ്പൊ ആ ഭാഗത്തെ നക്ഷത്രങ്ങൾ എടുത്ത് നോക്കിയിട്ട് അതിനൊരു രൂപം സങ്കല്പിച്ച് അതിനൊരു പേര് കൊടുത്തു. അതിന് നമ്മൾ ഭരണി എന്ന് പേരിട്ടു. അടുത്ത 13.33 ഡിഗ്രിയിൽ നിൽക്കുന്ന ചില നക്ഷത്രങ്ങളുടെ രൂപങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ കാർത്തിക എന്ന് പേരിട്ടു. കാർത്തിക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 6 നക്ഷത്രങ്ങൾ ചേരുന്ന ഒരു ചെറിയ കോൺസ്റ്റലേഷൻ ആണ്. ആ അത്രയും ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് കാർത്തിക നക്ഷത്രം എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് 6 നക്ഷത്രങ്ങളുടെ ഒരു കോൺസ്റ്റലേഷൻ ആണ്. അത് കഴിഞ്ഞാൽ അടുത്തത് രോഹിണി. രോഹിണി എന്ന് പറഞ്ഞാലും ഇതേപോലെയുള്ള ഒരു നക്ഷത്രത്തിന്റെ പേര്, ആ ഭാഗത്ത് നിന്ന ഡോമിനന്റ് ആയിട്ടുള്ള ഒരു നക്ഷത്രത്തിന്റെ പേരാണ് രോഹിണി. അതുകൊണ്ട് ആ ഭാഗത്തിനെ നമ്മൾ രോഹിണി എന്ന് പേര് കൊടുക്കുന്നു. അടുത്തത് മകയിരം. ഈ മകയിരവും അതേപോലെ തന്നെ തിരുവാതിരയും ഒക്കെ ആകാശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറിയോൺ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇന്ന് തന്നെ നമ്മളിപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് ഒറിയോൺ നക്ഷത്ര സമൂഹത്തെ കാണാൻ പറ്റും. അതിന് പല പേരിലാണ് അറിയപ്പെടുന്നത്. വേട്ടക്കാരൻ എന്നൊക്കെ പറയും. അത് ഒരു 5-6 നക്ഷത്രങ്ങൾ ചേർന്നിട്ട് നിൽക്കുന്ന ഒരു രൂപം. നിങ്ങൾക്ക് ഇന്ന് തന്നെ രാത്രി ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് നോക്കുകയാണെങ്കിൽ വലത്തുവശത്തായിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ സ്വല്പം കിഴക്കായിട്ട് വലതുവശത്തായിട്ട് നമുക്ക് ഈ ഒറിയോൺ നക്ഷത്ര സമൂഹത്തെ കാണാൻ പറ്റും. ഞാൻ അതിനു മുമ്പായിട്ട് ഈ പറയുന്ന ഒറിയോൺ നക്ഷത്ര സമൂഹത്തിന്റെ ഒരു ചിത്രം ഞാൻ നിങ്ങളുടെ മാഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അദ്ദേഹം അത് പിന്നീട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ പറയുന്ന ചന്ദ്രന്റെ ഓരോ ദിവസത്തെയും ആ പൊസിഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആകാശത്തു കൂടി ഒരു പാത സങ്കല്പിച്ചാൽ ആ പാതയ്ക്ക് പറയുന്ന പേര് ചന്ദ്രന്റെ ഭ്രമണപഥം എന്നാണ്. ഈ ഭ്രമണപഥത്തിന് നമ്മൾ ഇതൊരു സർക്കുലറാണ്. ഒരു സർക്കിളിനെ, അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി അത് കിഴക്കോട്ട് പോയി ഭൂമിയെ ചുറ്റി ഭൂമിയുടെ താഴെ കൂടെ വന്ന് പടിഞ്ഞാറൂടെ വന്ന് വീണ്ടും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആ പോയിന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ആ സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. എല്ലാ പ്രാവശ്യവും ചന്ദ്രൻ ആ വഴി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചന്ദ്രന്റെ ഭ്രമണപഥം എന്ന് പറയുന്നു. അതിനെ 27 നമ്മൾ ഭാഗിച്ചിട്ടുണ്ട്. ആ 27 ഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്ന പേരുകളാണ് അശ്വതി, ഭരണി, കാർത്തിക എന്ന് തുടങ്ങിയവ. ഇനി അദ്ദേഹം നമ്മളെ ഒരു കോൺസ്റ്റലേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഒറിയോൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷനെ ഇന്നിപ്പം രാത്രിയിൽ നമ്മൾ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒറിയോൺ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ വേട്ടക്കാരൻ എന്നാണ് അതിനെ പണ്ട് മുതലേ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ സങ്കല്പം അനുസരിച്ച് ആകാശത്തെ ഒരു രാശിയാണ്. അതായത് ഇവിടെ ഇപ്പൊ കാണുന്ന ആ ചിത്രത്തില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബീറ്റൽ ഗ്യൂസ് എന്നൊരു പേര് കാണാൻ പറ്റും. വലിയൊരു നക്ഷത്രം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ബിറ്റൽ ഗ്യൂസ് എന്ന് ആ വടക്ക്, അതായത് ഇടതുവശത്ത് അതാണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ആ കഴ്സർ വന്ന ഭാഗം. അതെ ആ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രമാണ്. തിരുവാതിര. അപ്പൊ അതിനൊരു ഇച്ചിരി ചുവപ്പ് നിറമായിരിക്കും. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ അത് കാണാം. ആ തിരുവാതിര നക്ഷത്രത്തിന്റെ കുറച്ചുകൂടെ തെക്കോട്ട് മാറി നോക്കുമ്പോൾ 3 നക്ഷത്രങ്ങൾ ഒരു മാല പോലെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ആ മാല എന്ന് പറയുന്നത് വേട്ടക്കാരന്റെ ബെൽറ്റായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ തെക്കോട്ട് വരുമ്പം വീണ്ടും നമ്മൾ തിരുവാതിരയുടെ അത്രയും വലിപ്പത്തിൽ കുറച്ച് തെക്കായിട്ട് വേറൊരെണ്ണം കൂടെ കാണാൻ പറ്റും. റീഗൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. റീഗൽ. അതാണ് മകയിരം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഈ പറയുന്ന ബീറ്റൽ ഗ്യൂസിന്റെ അടുത്തുകൂടി കിഴക്കോട്ട് സഞ്ചരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു 13 ആ ബീറ്റൽ ഗീസ് തുടങ്ങി മേളിലോട്ട് ഒരു 13.33 ഡിഗ്രിക്ക് നമ്മൾ ആ പേരിട്ടിരിക്കുന്നത് തിരുവാതിര എന്നങ്ങ് പേരിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും മേളിലോട്ട് ഒരു 13.33 ഡിഗ്രി മുകളിലോട്ട്, അതായത് ഈ ഭാഗത്ത് മുകളിലോട്ട്
എന്നിട്ട് ഈ തിരുവാതിര കഴിഞ്ഞ് താഴേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ഭാഗത്ത് കുറച്ച് തെക്കായിട്ട് നിൽക്കുന്ന ആ മകയിരം എന്ന് പറഞ്ഞൊരു നക്ഷത്രമാണ്. നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് ആകാശത്ത് നമുക്ക് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് ആ താഴേക്കുള്ള ഭാഗത്തിന് നമ്മൾ 11.33 ഡിഗ്രിക്ക് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് മകയിരം എന്നാണ്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് കാണുന്ന ആ മകയിരവുമായിട്ട് നമ്മളുടെ ഈ പറയുന്ന നാളിനൊരു ബന്ധവുമില്ല. എന്നാൽ ആ 13.33 ഡിഗ്രി ആകാശത്ത് കണ്ടുപിടിക്കാൻ, അത് എവിടെയായിട്ട് വരും എന്ന് കണ്ടുപിടിക്കാൻ ഈ പറയുന്ന റീഗൽ എന്ന് പറയുന്ന നക്ഷത്രം നമ്മൾ ഉപയോഗപ്പെടുത്തും. അതേപോലെ തിരുവാതിര എന്ന് പറയുന്ന 13.33 ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ബീറ്റൽ ഗ്യൂസിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഇങ്ങനെയാണ് ആകാശത്തെ ഈ 27 നക്ഷത്രങ്ങൾക്ക് ചന്ദ്രന്റെ പാതയെ 27 ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗത്തിനും പേര് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഡോമിനന്റ് ആയിട്ടുള്ള ചില നക്ഷത്രങ്ങളെ കണ്ടെത്തി ആ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഇപ്പം നമുക്ക് വളരെ വ്യക്തമായി 27 നാളുകളാണുള്ളത്. ഈ 27 നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ 27 ഭാഗങ്ങളാണ് എന്നും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്ന് ഞാൻ പറയുന്നത്. കാര്യം കൂടുതൽ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യങ്ങൾ കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഈ ഒറിയോൺ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഇന്ന് നിങ്ങളിത് ആകാശം തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തലയ്ക്ക് മുകളിൽ കുറച്ച് ശകലം കിഴക്കായിട്ട് തെക്ക് ഭാഗത്തായിട്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ വലത്ത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഈ ഒറിയോൺ നക്ഷത്ര സമൂഹത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 3 നക്ഷത്രങ്ങൾ ചേർന്ന് നിൽക്കുന്നത് ഈ വേട്ടക്കാരന്റെ ബെൽറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതായത് റീഗൽ എന്ന് പറയുന്ന നക്ഷത്രവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇച്ചിരി ചുമന്ന നിറത്തിൽ ഈ തിരുവാതിര നക്ഷത്രവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ തിരുവാതിര നക്ഷത്രത്തിന്റെ കുറച്ച് വടക്ക് കൂടിയാണ് ചന്ദ്രൻ കിഴക്കോട്ട് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇന്ന് ഏതാണ്ട് ആ ബീറ്റൽ ഗ്യൂസിന്റെ അപ്പുറത്തായിട്ടൊക്കെ അതിന് കുറച്ച് വടക്കായിട്ട് നമുക്ക് ചന്ദ്രനെ ഇന്ന് കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇന്ന് ഒബ്സർവ് ചെയ്യാൻ ഉള്ള ഒരു റിക്വസ്റ്റോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നമുക്ക് മാസങ്ങളെ കുറിച്ച് പറയാം. ഇന്നിപ്പോ നമ്മൾ നാളുകളെ കുറിച്ച് പറഞ്ഞു. അടുത്ത ദിവസം ഇത് സംശയം വരികയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് അടുത്ത ദിവസം നമുക്ക് മാസങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നാളും മാസവും ആയിക്കഴിഞ്ഞാൽ പിന്നീട് ജ്യോതിശാസ്ത്രം പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാകും. കാര്യം നമുക്ക് ഒബ്സർവേഷനെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് സമയം ഇനിയുണ്ട്. അതുകൊണ്ട് ഒബ്സർവേഷൻ കൂടെ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഇന്ന് തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. പറ്റുമെങ്കിൽ നല്ല മൊബൈലൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഫോട്ടോ എടുക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കുക കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ഒബ്സർവേഷൻ വെച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് ഈ പറഞ്ഞ ഒരു കുറിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാലും ഇന്ന് ഈ പറഞ്ഞ ഇംഗ്ലീഷ് പേരുകളുടെ നാളുകൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാമോ? അതായത് ബീറ്റൽ ഗ്യൂസ് എഴുതിയിരിക്കുന്നതിന്റെ പേര് തിരുവാതിര നക്ഷത്രം എന്നാണ്. തിരുവാതിര. പിന്നെ റീഗൽ എന്ന് പറയുന്ന ആ നക്ഷത്രത്തിന്റെ പേര് യഥാർത്ഥത്തിൽ മകയിരം എന്നാണ്. പക്ഷെ ഈ 2 നക്ഷത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആകാശത്തെ ആ നിശ്ചിത ഭാഗം, ആ ചന്ദ്രൻ പോകുന്ന വഴിയുടെ അടുത്ത ദിവസം ഞാൻ ചന്ദ്രൻ പോകുന്ന വഴിയൊക്കെ പ്രത്യേക ഈ നക്ഷത്രങ്ങളുടെ കൂടി ഞാൻ അതിന്റെ ഫോട്ടോസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം ഇന്ന് പ്രസന്റേഷൻ എനിക്ക് സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ ആളിന് എത്താൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു വിഷമം കൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നന്നായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു വീഴ്ച സംഭവിക്കത്തില്ല. അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമുള്ളവരെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. യദുകൃഷ്ണൻ എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ആകുന്നില്ലല്ലോ യദു. വേട്ടക്കർ എന്ന് പറഞ്ഞത് നക്ഷത്ര സമൂഹമാണോ? അതെ, അതൊരു ആകാശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്ര സമൂഹമാണ് അത്. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനം രാശി, മേടം, ഇടവം, മിഥുനം. ആ മിഥുനം എന്ന് പറയുന്ന ഒരു രാശിയായിട്ടാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്, നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ വരുന്നത്.
അത് ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു ജെമിനി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. അതിന്റെ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം കുറച്ചുകൂടെ ഇതായിട്ട് പറയാം. കാര്യം ഇതിന്റെ ഷേപ്പ് വെച്ചുകൊണ്ടാണ് ഈ മിഥുന മാസം എന്നുള്ള അത് വരുന്നത്. ആകാശത്ത് ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പൊ ആ 30 ഡിഗ്രി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഡോമിനന്റ് ആയിട്ടുള്ള നക്ഷത്ര സമൂഹങ്ങളെ വെച്ചുകൊണ്ടാണ് മാസങ്ങളുടെ പേരുകൾ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമുക്കിത് വീണ്ടും എടുത്തൊന്നുകൂടി കണ്ട് കാര്യങ്ങൾ പറയാം. ശരി മാഷെ. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ജയകൃഷ്ണനും ദേവിക, സുരേന്ദ്രൻ, ഗീതു അങ്ങനെയുള്ള പല പേരുകൾ ഇപ്പൊ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരു വിഷയം നിങ്ങൾ പേടിക്കുകയേ വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ക്ലാസ്സുകൾ എടുത്ത് കൈകാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് നിർത്തിയിട്ട് നിങ്ങളൊന്ന് ക്ലിയർ ആകാശമാണെങ്കിൽ ഇന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. താല്പര്യമുള്ളത് ഈ ഒറിയോണിന്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റുന്നവര് നമ്മുടെ ഗ്രൂപ്പിൽ അത് ഇടുക. എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും തന്നെ ചെയ്യുക.